ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 25. ദാവീദും സേനാധിപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിന്റെയും ഹേമാന്റെയും യെദൂഥൂന്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. ഈ ശുശ്രൂഷയിൽ വേല ചെയ്തവരുടെ സംഖ്യാവിത്. ആസാഫിന്റെ പുത്രന്മാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിന്റെ കീഴിൽ ആസാഫിന്റെ പുത്രന്മാരായ സക്കൂർ, യോസെഫ്, നെഥന്യാവ്, അശരേല. യെദൂഥൂന്യരോ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്നതിൽ കിന്നരം കൊണ്ട് പ്രവചിച്ച തങ്ങളുടെ പിതാവായ യെദൂഥൂന്റെ കീഴിൽ ഗെദല്യാവ്, സെരി, യെശയ്യാവ്, അശബ്യാവ്, മത്ഥിത്യാവ് എന്നിങ്ങനെ യെദൂഥൂന്റെ പുത്രന്മാർ 6 പേർ. ഹേമാന്യരോ ബുക്കിയാവ്, മത്ഥന്യാവ്, ഉസിയേൽ, ഷെബൂവേൽ, യെരീമോത്ത്, ഹനന്യാവ്, ഹനാനി, എലീയാഥ, ഗിദ്ദൽതി, രോമംതിയേസർ, യൊശ്ബെക്കാശ, മല്ലോഥി, ഹോഥീർ, മഹസിയോത്ത് എന്നിവർ ഹേമാന്റെ പുത്രന്മാർ. ഇവർ എല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ. അവന്റെ കൊമ്പുയർത്തേണ്ടതിന് ദൈവം ഹേമാന് 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും കൊടുത്തിരുന്നു. ഇവർ എല്ലാവരും ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും യഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി താന്താങ്ങളുടെ അപ്പന്റെ കീഴിലും ആസാഫും യെദൂഥൂനും ഹേമാനും നേരെ രാജാവിന്റെ കൽപ്പനയ്ക്ക് കീഴിലും ആയിരുന്നു. യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ 288. താന്താങ്ങളുടെ ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു. 1-ാമത്തെ ചീട്ട് ആസാഫിനു വേണ്ടി യോസേഫിന് വന്നു. 2-ാമത്തേത് ഗെദല്യാവിന് വന്നു. അവനും സഹോദരന്മാരും അവന്റെ പുത്രന്മാരും കൂടി 12 പേർ. 3-ാമത്തേത് സക്കൂരിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 4-ാമത്തേത് ഇസിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 5-ാമത്തേത് കെഥന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 6-ാമത്തേത് ബുക്കിയാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 7-ാമത്തേത് യെശരേലേക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 8-ാമത്തേത് യെശയ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 9-ാമത്തേത് മത്ഥന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 10-ാമത്തേത് ശിമെയിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 11-ാമത്തേത് അസരേലിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 12-ാമത്തേത് ഹശബ്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 13-ാമത്തേത് ശൂബായേലിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 14-ാമത്തേത് മത്ഥിത്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 15-ാമത്തേത് യെരീമോത്തിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 16-ാമത്തേത് ഹനന്യാവിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 17-ാമത്തേത് യെശ്ബെക്കാശയ്ക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 18-ാമത്തേത് ഹനാനിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 19-ാമത്തേത് മല്ലോഥിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 20-ാമത്തേത് എലിയാഥായിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 21-ാമത്തേത് ഹോഥീരിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 22-ാമത്തേത് ഗിദ്ദൽതിക്ക് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 23-ാമത്തേത് മഹസിയോത്തിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ. 24-ാമത്തേത് രോമംതിയേസരിന് വന്നു. അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി 12 പേർ.